ധ്യാനം പരിശീലിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പ്രാഥമികമായി എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം? ധ്യാനം എന്ന പ്രക്രിയയിൽ നമ്മൾ ചെയ്യേണ്ടതെന്തെല്ലാമാണ്? ധ്യാന പരിശീലനത്തിലൂടെ നമുക്കെന്താണ് നേട്ടം? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചിലതിനെ നിങ്ങൾ പുറം ലോകത്ത് തിരഞ്ഞു നടക്കാറുണ്ട്. ശാന്തി അനുഭവിക്കുവാൻ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകുന്നു. സ്നേഹം അനുഭവിക്കുവാൻ പല വ്യക്തികളെയും ആശ്രയിക്കുന്നു. സന്തോഷം നുകരുവാൻ പല കാര്യങ്ങളിലും ഏർപ്പെടുന്നു. എന്നാൽ ധ്യാനത്തിലൂടെ ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുവാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, തന്റെ തന്നെ ഉള്ളിൽ കുടികൊള്ളുന്ന ഗുണങ്ങളെ പുറത്ത് തിരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് തന്നെ വിരോധാഭാസമല്ലേ? അതുകൊണ്ട് ധ്യാനത്തിന്റെ ഇന്ദ്രജാലത്തെ തിരിച്ചറിയൂ. ധ്യാനം അഭ്യസിക്കുന്നവരെയും അല്ലാത്തവരെയും താരതമ്യം ചെയ്തു നോക്കിയാൽ എന്തായിരിക്കും വ്യത്യാസം? ധ്യാനിക്കുന്നവരിൽ പരാതികൾ സംതൃപ്തിക്ക് വഴിമാറുന്നു. അസ്വസ്ഥത നീങ്ങി ശാന്തി ഉണരുന്നു. ദുഃഖങ്ങൾ അകന്ന് സന്തുഷ്ടത കൈവരുന്നു. ദൗർബല്യങ്ങൾ മറന്ന് മനസ്സ് ശക്തമാകുന്നു. പ്രശ്നങ്ങൾ ചിന്തിച്ചിരിക്കുന്നതിന് പകരം അവർ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. രോഗങ്ങൾ യോഗബലത്തിനു മുന്നിൽ കീഴടങ്ങുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടും ധ്യാനം നമുക്ക് ആവശ്യം തന്നെയല്ലേ? നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും, അവ സുഖത്തിൻ്റെതോ ദുഃഖത്തിൻ്റെതോ ആകട്ടെ, എല്ലാം നിങ്ങളുടെ തന്നെ മനസ്സിൽ നിന്നും കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും പുറത്തേക്ക് പ്രസരിച്ച ഊർജത്തിന്റെ പ്രതിഫലനങ്ങളാണ്. അതിനാൽ സുഖവും ശാന്തിയും സന്തോഷവും അനുഭവിക്കണമെന്നുള്ളവർ ആദ്യം അതിനുതകുന്ന തരത്തിലുള്ള ചിന്താമണ്ഡലവും കർമ്മ പദ്ധതികളും തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ശക്തിയാണ് ധ്യാനത്തിലൂടെ ലഭിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കൂ. അഥവാ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഏത് പരിതസ്ഥിതികളിലും ധ്യാനം പരിശീലനം ചെയ്യാം. മനസ്സില്ലെങ്കിലോ, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ധ്യാനം പ്രയാസമുള്ളതായി തോന്നിയേക്കാം. മനസ്സിന്റെയും ആത്മാവിന്റെയും പരമാത്മാവിന്റെയും ഒപ്പം നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തെയാണ് ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇന്നു മുതൽ നിങ്ങൾ ധ്യാനം പരിശീലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ധ്യാനത്തിന്റെ ഇന്ദ്രജാലം നിങ്ങളിൽ ആരംഭിക്കും. അപരിമേയമായ ഊർജപ്രവാഹത്താൽ ഉണ്ടാകുന്ന ആത്മഹർഷം നിങ്ങൾ അനുഭവിക്കും. തീർച്ച. ഇവിടെ നമുക്ക് ധ്യാനത്തിന്റെ അഥവാ യോഗങ്ങളുടെ രാജാവായ രാജയോഗവിദ്യയെ പരിചയപ്പെടാം. രാജ എന്നാൽ ഉയർന്നത് എന്നാണ് അർത്ഥം. യോഗമെന്നാൽ കൂടിക്കാഴ്ച. രാജയോഗമെന്നാൽ ഉയർന്നതിലും ഉയർന്ന കൂടിക്കാഴ്ച. അത് സർവേശ്വരനുമായുള്ള കൂടിക്കാഴ്ചയാണ്. അത് ആത്മപരമാത്മ സംഗമമാണ്. രാജയോഗത്തിന്റെ മറ്റൊരർത്ഥം ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ ഭരിക്കുവാൻ ആത്മാവിനെ യോഗ്യനാക്കുന്ന വിദ്യ എന്നതാണ്. രാജയോഗം അഭ്യസിക്കുന്നതിനായി
3 കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ്. സ്വയം ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ്, എന്റെ മാതാവും പിതാവുമായ ഈശ്വരനെക്കുറിച്ചുള്ള അറിവ്, നമ്മുടെ യഥാർത്ഥ നിവാസസ്ഥാനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. നിങ്ങൾ ആരാണ്? അഥവാ ഇത് നിങ്ങൾ സ്വയം ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ആരാണ്? വരൂ, നമുക്കവനവന്റെ ആന്തരിക ലോകത്തിലേക്ക് സഞ്ചരിക്കാം. ശരീരം എന്ന വസ്ത്രത്തെ അണിഞ്ഞിരിക്കുന്ന ആത്മചൈതന്യമാണ് നിങ്ങൾ. ശരീരമെന്ന വാഹനത്തിന്റെ ഡ്രൈവറായ ആത്മാവാണ് നിങ്ങൾ. ശരീരമെന്ന കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്ററാണ് നിങ്ങൾ. ശരീരമെന്ന വിളക്കിലെ ദീപമാണ് നിങ്ങൾ. അതായത്, നിങ്ങളല്ല ശരീരം, ശരീരം നിങ്ങളുടേതാണ്. നിങ്ങൾ ശരീരത്തിന്റെ യജമാനനായ ആത്മശക്തിയാണ്. എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ ദേഹം എന്നെല്ലാം പറയുന്നത് ശരീരത്തിനകത്ത് വസിക്കുന്ന നിങ്ങൾ തന്നെയാണ്. കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം നിങ്ങൾ തന്നെയാണ്. അതായത്, ആത്മാവ് കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചതത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത് പോലെ ആത്മാവായ നിങ്ങളിൽ സ്നേഹം, ജ്ഞാനം, ശാന്തി, ശക്തി, ആനന്ദം, സുഖം, പവിത്രത എന്നീ സപ്തഗുണങ്ങൾ അന്തർലീനമായിരിക്കുന്നു. ധ്യാനത്തിലൂടെ ഈ ഗുണങ്ങളെ ഉണർത്തിയെടുത്ത് നിത്യകർമ്മങ്ങളിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾ പ്രാപ്തനാകും. നാശമില്ലാത്ത ദിവ്യ ജ്യോതിർബിന്ദുവായ നിങ്ങൾ ഈ ശരീരത്തിൽ ഭ്രൂമധ്യത്തിൽ മസ്തിഷ്കത്തിനകത്തിരിക്കുന്ന ദൃശ്യം മനസ്സുകൊണ്ട് ദർശിക്കുക. ഇതാണ് ധ്യാനത്തിന്റെ ആദ്യപടിയായ ആത്മദർശനം. ധ്യാനം പരിശീലിക്കുവാൻ അടുത്തതായി ബ്രഹ്മജ്ഞാനം ആവശ്യമാണ്. വരൂ, നമുക്ക് ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കാം. ഭൂമി നമ്മുടെ വിരുന്നു വീടാണെന്നും ഇതൊരു വഴിയമ്പലമാണെന്നും സൃഷ്ടി ഒരു നാടകമാണെന്നുമെല്ലാം പലരിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. സൃഷ്ടി ഒരു നാടകമാണെങ്കിൽ നമ്മൾ ആത്മാക്കൾ ഈ നാടകത്തിൽ ദേഹമാകുന്ന വസ്ത്രമണിഞ്ഞ് അഭിനയിക്കുന്ന ആത്മാക്കളാണെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ ചോദ്യം ഇതാണ്: ഈ സൃഷ്ടി നാടകമെന്ന സ്റ്റേജിലേക്ക് നമ്മൾ ആത്മാക്കൾ എവിടെ നിന്നാണ് വന്നത്? സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കെല്ലാം ഉപരി ശബ്ദമോ വെളിച്ചമോ ചെന്നെത്താത്തതും സ്വയം പ്രകാശിക്കുന്നതുമായ തിളങ്ങുന്ന സ്വർണ്ണ ചുവപ്പ് നിറത്തിൽ അനന്തമായ ഒരു ലോകം നിലനിൽക്കുന്നു. ഈ ലോകത്തെ പരലോകം, പരബ്രഹ്മം, ആത്മലോകം, ശാന്തിധാമം, പരംധാമം എന്നെല്ലാം വിളിക്കുന്നു. സർവ ആത്മാക്കളുടെയും ദിവ്യമായ ഗൃഹം ഇതാണ്. ഇവിടെ നിന്നാണ് നാം എല്ലാവരും ഭൗതിക ലോകത്തിലേക്ക് വന്നത്. ഇവിടെ നിന്നും ഇപ്പോഴും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശാന്തമായ ലോകത്തിൽ നാം ശാന്തരായി നിശ്ചിന്തമായി തിളങ്ങിക്കൊണ്ടിരുന്നവരാണ്. പിന്നീട് ഭൗതിക ലോകത്തിൽ വന്ന് വിശ്വനാടകത്തിൽ പങ്കാളികളായി മാറി. എന്നാൽ ഇന്നു നാം മഹാനാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരിക്കലെങ്കിലും സ്വന്തം ഈ ദേശത്തെക്കുറിച്ച് സ്മരിച്ചിട്ടുണ്ടോ?
രാജയോഗ ധ്യാനം അഭ്യസിക്കുന്നതിന് പരമോന്നത ഊർജ സ്രോതസ്സായ ഈശ്വരനെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈശ്വരൻ എന്ന പദത്തെ പിരിക്കുമ്പോൾ ഈശ്, വരൻ എന്നീ രണ്ട് പദങ്ങൾ ലഭിക്കും. ഈശ് എന്നാൽ ഉലകം, വരൻ എന്നാൽ അംഗീകാരം ഉള്ളവൻ. ഈശ്വരൻ എന്നാൽ ലോകത്തിൽ മുഴുവൻ അംഗീകാരമുള്ള ഒരു പരമശക്തിയാണ്. അതായത് എല്ലാവർക്കും സ്വീകാര്യനായിരിക്കും പരമാത്മാവ്. പരമാത്മാവ് എന്നാൽ പരമമായ ഒരു ആത്മാവ് തന്നെയാണ്. അതായത് പരമാത്മാവും ആത്മാവിനെപ്പോലെ ഒരു പ്രകാശബിന്ദു തന്നെയാണ്. എന്നാൽ ഗുണങ്ങളുടെ സിന്ധുവാണ് ഭഗവാൻ. ഭൂമിക്ക് മുഴുവൻ ഊർജം നൽകുവാൻ ഒരേയൊരു സൂര്യന് കഴിയുന്നു. അതുപോലെ ഭൂമിയിലെ സർവർക്കും ആത്മീയ ഊർജം നിറച്ചു നൽകുവാൻ ഒരേയൊരു ദൈവം എല്ലാവർക്കും ഉപരിയായി ബ്രഹ്മലോകത്തിലിരുന്നു കൊണ്ട് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂര്യൻ മുകളിലാണെങ്കിലും വെളിച്ചം എല്ലാ കോണുകളിലും നിറയുന്ന പോലെ ഭഗവാൻ പ്രപഞ്ചത്തിനുപരിയിലിരുന്നു കൊണ്ട് തന്നെ എല്ലാ കോണുകളിലേക്കും ഊർജപ്രസരണം ഒരുപോലെ നൽകുന്നു. അതിനാൽ ധ്യാനിക്കുവാൻ നിങ്ങൾക്കെവിടെയും ഇരിക്കാവുന്നതാണ്. പക്ഷേ ഈ ഊർജം സ്വീകരിക്കുവാൻ മാനസികമായി തയ്യാറെടുത്ത് ഈശ്വരനുമായി ആത്മാവ് ബന്ധിക്കപ്പെടണമെന്ന് മാത്രം. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ബാറ്ററിയിലെ ഊർജം തീരുമ്പോൾ അതിൻ്റെ പ്രവർത്തനക്ഷമത കുറയാറില്ലേ? അതുപോലെ ആത്മാവിലെ ഊർജമായ ഗുണങ്ങൾ കുറയുമ്പോൾ ജീവിതത്തിൻ്റെ പ്രയാണവും ദുഷ്കരമാകുന്നു. അപ്രകാരം ആത്മാവിലെ ഊർജം കുറയുമ്പോൾ ബാറ്ററി ചാർജിംഗ് ചെയ്യുന്നത് പോലെ ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിച്ച് ആത്മീയ ഊർജം നിറയ്ക്കണം. ഈ സർവോന്നതമായ ബന്ധം തന്നെയാണ് രാജയോഗ ധ്യാനം. എപ്പോൾ നിങ്ങൾ പരമാത്മജ്യോതിയിൽ മനസ്സുറപ്പിച്ച് സർവശക്തികളുടെയും ഗുണങ്ങളുടെയും അനുഭൂതി നുകരുന്നുവോ, അപ്പോൾ മുതൽ ആത്മാവിനകത്ത് പുരണ്ടിരിക്കുന്ന അനേക ജന്മങ്ങളിലെ പാപക്കറകൾ നശിക്കുകയും ദിവ്യഗുണങ്ങൾ ഉള്ളിൽ ഉണരുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്വയം ഞാൻ ഒരനശ്വര ചൈതന്യമായ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുക. ശരീരത്തിന്റെ നെറുകയിൽ, അതായത് ഭ്രൂമധ്യത്തിൽ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യം സങ്കൽപ്പിക്കുക. അതിനുശേഷം ബ്രഹ്മാണ്ടത്തിന്റെ നെറുകയിൽ ഉന്നതമായ ബ്രഹ്മലോകത്തിൽ ആത്മാക്കളുടെ അച്ഛനായ പരമാത്മാവ് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യം സങ്കൽപ്പിക്കുക. പിന്നീട് സാവധാനം ശരീരവും ശരീരത്തിന്റെ ഈ ലോകവും മറന്ന് ആത്മാവ് സ്വന്തം വീട്ടിലേക്ക് സഞ്ചരിക്കുക. ജഗത് പിതാവായ പരമാത്മാവിന് മുന്നിൽ എത്തിച്ചേർന്ന് തുറന്ന മനസ്സോടെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിന്റെ ഭാവത്തോടെ നിലകൊള്ളുക. ഇനി പരമാത്മാവിന്റെ കർത്തവ്യം ആരംഭിക്കും. ഭഗവാൻ നിങ്ങളിലെ തേജസ്സിനെ 100 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു തരും. ആ മഹാസാന്നിധ്യത്തിനു മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ യോഗ്യനാക്കി മാറ്റുവാൻ, ശാന്തനും ധീരനുമാക്കി തീർക്കുവാൻ പരമാത്മാവ് പ്രകാശം ചൊരിയും. ധ്യാനത്തിന്റെ ഇന്ദ്രജാലം നിങ്ങളിൽ തുടങ്ങും. പ്രശ്നങ്ങളും പരാതികളും ദുഃഖങ്ങളും അകലുന്നതായും ശക്തികളും ഗുണങ്ങളും നിറയുന്നതായും നിങ്ങൾ അനുഭവം ചെയ്യും. ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ നവീനമായ ഒരു ഉന്മേഷത്തോടെ കർമ്മക്ഷേത്രത്തിലേക്ക് നിങ്ങൾ തിരിച്ചെത്തും. ധ്യാനം പരിശീലിക്കുന്നവരുടെ മനസ്സിൽ ശാന്തിയും സന്തോഷവും ശക്തിയും സദാ നിറഞ്ഞിരിക്കും. ധ്യാനത്തിലൂടെ ജീവിത നിലവാരം ഉയർന്നതാകും. ധ്യാനത്തിലൂടെ സൂക്ഷ്മ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങൾ ഉണർത്തപ്പെടുന്നതിനാൽ നിരവധി രോഗങ്ങൾക്ക് ധ്യാനം ഉത്തമമായ ഔഷധമാണ്. വിട്ടുമാറാത്ത ദുശീലങ്ങളിൽ നിന്ന് മുക്തമാകുവാൻ ധ്യാനത്തിലൂടെ എളുപ്പത്തിൽ സാധിക്കുന്നു. കർമ്മം ചെയ്തതിനു ശേഷം ആ കർമ്മത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിന് പകരം
കർമ്മം ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കുന്ന രീതി കൈവരിക്കാനാകും. സ്വയം തൻ്റെ പ്രശ്നങ്ങളെ മറികടക്കുന്നതിനും അനേകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനുമുള്ള കഴിവ് നേടിയെടുക്കുവാനാകും. സർവോപരി രാജയോഗ ധ്യാനത്തിലൂടെ ജീവിതം ഒരു ഭാരമല്ലെന്നും ആനന്ദപ്രദായകമായ ഒരു കളിയാണെന്നും മനസ്സിലാക്കി ജീവിതം മുഴുവൻ ഒരു ഉത്സവമാക്കി മാറ്റുവാൻ സാധിക്കും. അതിനാൽ ഇപ്പോൾ ഒരല്പസമയം രാജയോഗ ധ്യാനത്തിനായി മാറ്റിവെക്കൂ. രാജയോഗ ധ്യാനം അഭ്യസിക്കുന്നതിനായി നിലത്തോ കസേരയിലോ ഇരിക്കാവുന്നതാണ്. ശരീരം നിവർന്നിരിക്കട്ടെ. കൈകൾ സ്വസ്ഥമായ ഒരവസ്ഥയിൽ ഏതെങ്കിലും മുദ്രയിലോ അല്ലെങ്കിൽ 2 കൈകളും ചേർത്ത് പിടിച്ചോ വയ്ക്കാവുന്നതാണ്. കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കട്ടെ. എന്നാൽ പുറമെയുള്ള യാതൊരു ദൃശ്യങ്ങളും ശ്രദ്ധിക്കാതെ ഇരിക്കുക. ഇനി കേൾക്കുന്ന ധ്യാന നിർദ്ദേശങ്ങൾക്കൊപ്പം മനസ്സുകൊണ്ട് ഒരു യാത്ര ചെയ്യും. ഓം ശാന്തി. അല്പസമയം നമുക്ക് നമ്മുടെ മനസ്സിലൂടെ, ചിന്തകളിലൂടെ നമ്മളിലേക്ക് ഒരു യാത്ര നടത്താം. ഞാൻ എന്നിലേക്ക്, അന്തരാത്മാവിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ്. ശാരീരികമായി ഞാൻ വളരെ സ്വസ്ഥമായിരിക്കുന്നു. കൈകാലുകളെല്ലാം വളരെ റിലാക്സ്ഡ് ആണ്. ഞാൻ എന്നിലേക്ക്, എൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. എൻ്റെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകളാണ് കടന്നു പോകുന്നത്. നല്ലതും കെട്ടതും, വേണ്ടുന്നതും വേണ്ടാത്തതും, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സംഭവങ്ങളുടെ സ്മൃതികൾ, വിചാരവികാരങ്ങൾ മനസ്സിലൂടെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ ചിന്തകൾക്കിടയിലൂടെ യാത്ര ചെയ്ത് എന്നിലെ എന്നെ കാണാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. ഈ ശരീരം നശ്വരമാണ്,
വിനാശിയാണ്. ഈ ശരീരമാകുന്ന കാറ് നിയന്ത്രിക്കുന്നത് ആത്മാവാണെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ശ്രദ്ധയെ എന്നിലേക്ക് ഇരുപുരികങ്ങൾക്കും മധ്യേ കുടികൊള്ളുന്ന ആത്മാവാകുന്ന പ്രകാശത്തിലേക്ക്, ചൈതന്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. എൻ്റെ അകക്കണ്ണിൽ ഞാൻ എൻ്റെ സുന്ദരമായ രൂപത്തെ നക്ഷത്ര സമാനം തിളങ്ങുന്ന എൻ്റെ സത്യസ്വരൂപം ജ്യോതിസ്വരൂപത്തെ അതിസൂക്ഷ്മമായ ചേതനയെ ഞാൻ എന്നെ കാണുകയാണ്. തിളങ്ങുന്ന ജ്യോതിർബിന്ദു രൂപത്തിൽ ഞാൻ എത്ര സുന്ദരമാണ്. ഞാൻ വേറെ, എൻ്റെ ശരീരം വേറെ. ഈ യാഥാർത്ഥ്യബോധം എന്നിലുണരുന്നു. ഈ ശരീരം ഭൂമിയാകുന്ന ഈ നാടകശാലയിൽ നാടകം കളിക്കാൻ ആത്മാവായി എനിക്ക് കിട്ടിയ ഒരു വേഷം മാത്രമാണ്. ഈ ഭൂമിയാകുന്ന നാടകശാലയിൽ ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ നാടകശാലയിലെത്തിയത് എൻ്റെ സ്വഗൃഹമായ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കും അപ്പുറമുള്ള നിശബ്ദതയുടെ ലോകം അങ്ങകലെ ശാസ്ത്രത്തിനോ മനുഷ്യനോ എത്തിച്ചേരാൻ കഴിയാത്ത പരമമായ വീട്, ആത്മലോകം. പഞ്ചതത്വങ്ങൾക്കുപരിയായ ആ ആറാമത്തെ തത്വം ബ്രഹ്മമഹത്തത്വം
ഞാൻ പരംധാം നിവാസിയാണ്. സർവാത്മാക്കൾക്കുമൊപ്പം ആ പരമ്പൊരുൾ മഹാജ്യോതി പരംപിതാ പരമാത്മാ ആത്മാവായി എനിക്ക് സർവസ്വമായ ആ മഹാജ്യോതിയെ ഞാൻ കാണുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എനിക്കച്ഛനും അമ്മയുമായ സർവേശ്വരന് സമീപത്തേക്ക് ഒരു കാന്തം ആകർഷിക്കുന്നത് പോലെ ആ പരമപ്രകാശം എന്നെ ആകർഷിക്കുകയാണ്. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. ഭഗവാൻ എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, ഗുരുവാണ്, എൻ്റെ അധ്യാപകനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ സർവസ്വവുമാണ്. ആത്മാവായ എൻ്റെ സർവബന്ധുത്വവും ഒരേയൊരു പരമേശ്വരനിലാണ്. ശാന്തിയുടെ സുഖം പരമാനന്ദം ഞാൻ അറിയുന്നു. ശാന്തിയിലെ ശക്തി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ഈശ്വരീയ ശക്തിയുടെ കറണ്ട് ഈ സുഖം എൻ്റെ കർമ്മക്ഷേത്രത്തിലേക്ക്, ഭൂമിയിലേക്ക് ഇരുപുരികങ്ങൾക്ക് മധ്യേ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ശാന്തിയുടെ ശക്തി ഉപയോഗിച്ച് കർമ്മരംഗത്ത് എനിക്ക് സദാ വിജയിയായി മുന്നോട്ട് പോകാൻ കഴിയും.
എന്ന ദൃഢവിശ്വാസം എന്നിലുണരുന്നു. ഏത് വിപരീത പരിതസ്ഥിതിയിലും ഞാൻ ഒറ്റയ്ക്കല്ല. സർവശക്തിവാൻ കൂട്ടുകാരനെ പോലെ സദാ എൻ്റെ കൂടെയുണ്ട് എന്ന യാഥാർത്ഥ്യബോധം എന്നിലുണർന്നിരിക്കുന്നു. ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും വളരെ ശാന്തവും സ്വസ്ഥവുമാണിപ്പോൾ. ഞാൻ ശാന്തസ്വരൂപമായ ചേതനയാണ്. ശാന്തതയാണ് എൻ്റെ സ്വഭാവം. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ശാന്തിയുടെ പ്രകാശപ്രഭ ഈ വായുമണ്ഡലം മുഴുവൻ വ്യാപിച്ച് പഞ്ചതത്വങ്ങളും ഈ ഭൂമിയിലെ സർവാത്മാക്കളും സർവജീവജാലങ്ങളും ശാന്തമായിത്തീരുന്നു. അശാന്തരും അസ്വസ്ഥരുമായ എൻ്റെ തന്നെ സഹോദരാത്മാക്കൾ ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും ഓരോരോ ആത്മാക്കളും ഈശ്വരനിലെ ശാന്തിയുടെ ശക്തികിരണങ്ങളാൽ ശാന്തരാകുന്നു, സ്വസ്ഥരാകുന്നു. നിരാശ ബാധിച്ച ഹൃദയങ്ങൾ പ്രതീക്ഷയുള്ളവരും ശക്തിശാലിയുമായി തീരുന്നു. ശാന്തിയുടെ ശക്തി ഈ ഭൂമിയെ വീണ്ടും സ്വർഗതുല്യമാക്കി തീർക്കും. എനിക്കും എൻ്റെ കുടുംബത്തെ, എൻ്റെ സമൂഹത്തെ സ്വസ്ഥമാക്കി തീർക്കണം. ഓം ശാന്തി. ഓം ശാന്തി. ഓം